നിർത്തിക്കൂ, ഇവിടെ വരെ മതി. എത്രയായി? 100. ഇതാ. വേണ്ട. എന്ത് സ്വയംഭം ഐറ്റമാ മച്ചാ. ഐറ്റം അല്ല മോനെ, ഗുണ്ടാണ്, ഗുണ്ട്. അവളെ കണ്ടാ തന്നെ കണ്ടോളൂലോ. ചുമ്മാ ഇവിടെ നിന്ന് വെള്ളാറക്കിയിട്ട് ഒരു കാര്യമില്ല. അവളുടെ അടുത്ത് ചെന്നാലേ വിവരം അറിയുന്നേ. എടാ, കണ്ടിട്ട് കല്യാണം കഴിച്ചാന്ന് തോന്നുന്നേ. അതേടാ പൊട്ട, കണ്ടില്ലേ ഇടിച്ച് പിഴിഞ്ഞിരിക്കല്ലേ. കടിഞ്ഞാണ് ഇവിടെ, കുതിര അവിടെ. ഒരിക്കൽ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞാൽ ഒരാഴ്ചത്തിനുള്ള വകയായി. നീ ഓർത്തു വെച്ചോ, പിന്നെ പിന്നാലെ വരുവോള്. ആരുടെയോ യോഗം. അരങ്ങിനേക്കാൾ ഉഗ്രനാടാ അണിയറ. നമ്മള് കയ്യും കെട്ടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവളെ ലോക്ക് ചെയ്തില്ലെങ്കിൽ അവളെ പാട്ടിൽ പോകും. മോനെ, ഞാനൊന്ന് ആഗ്രഹിച്ചു പോയാലേ പിന്നെ എനിക്ക് ആകെ പ്രാന്തായിരിക്കും. എനിക്ക് പ്രാന്തല്ല, ഇവിടെയൊക്കെ കാണുമ്പോ കാമപ്രാന്താ തോന്നുന്നത്. എന്നാ കേട്ടോ, ഇനി ഇവിടെ ആദ്യം കൈകാര്യം ചെയ്യാൻ പോകുന്നതേ സംശയമില്ല ഞാനായിരിക്കും. എഴുതി വെച്ചോ നീ. നമ്മള് പറയല് മാത്രമേ ഒന്നും നടക്കൂല. എടാ പൊട്ട, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. നേരിട്ട് ചെല്ലണം, വെട്ടി തുറന്നങ്ങ് ചോദിക്കണം. ഞാനില്ല, നീ വേണേ പൊക്കൂ. അല്ല, എന്ത് നമ്പറാ നീ ഇടാൻ പോലെ പറ. മോനെ, അല്ലെങ്കിൽ ആപത്ത് കാര്യങ്ങളിൽ കൂടെ ആരും ഉണ്ടാവില്ല. ഈ ബുദ്ധി തെളിയും എന്ത് ചെയ്യണമെന്നുള്ളത്. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം ഇവളെയൊക്കെ വീഴിക്കണമെങ്കിൽ. അവളെ പൊക്കിയല്ലോ. സമയം കളയുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. ഞാനിതാ വിത്ത് വിതയ്ക്കാൻ പോകുന്നു. അപ്പൊ കോടകളെ കാണാം. എന്റെ ഹൃദയം പിടയ്ക്കുന്നത് കണ്ടോടാ. എന്തൊരു ചരക്കവള് അല്ലടാ. അവളുടെ നോട്ടം കണ്ടില്ലേ? കയ്യേറ് ലൂസായി കഴിഞ്ഞാ പിന്നെ ആരെങ്കിലും വിളിച്ച് കയറ്റിയാലല്ലേ പറ്റൂ. എടാ, മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അവള് കാത്തിരിക്കുക. നിനക്ക് മനസ്സിലായില്ലേ? മഴ കൊണ്ട് കുളിരാൻ പോവുക നീ. ചൂടെന്താണെന്നേ അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ മിക്കവാറും ഞാൻ തന്നെ വേണ്ടി വരും. എൻ്റെ പോക്കറ്റിൽ 1000 ഉണ്ട്, കവറുമുണ്ട്. എൻ്റെ മോനെ, കണ്ടിടത്തുനിന്നൊക്കെ ചായയും ചോറും കഴിച്ച് എനിക്കിപ്പോൾ അതൊക്കെ ശീലായി. ഇപ്പൊ നമുക്ക് നല്ല സ്ട്രോങ് കട്ടൻ കുടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം പ്ലാൻ ചെയ്യാം. അപ്പൊ എനിക്ക് കട്ടൻ, സോഡ ഒഴിച്ചുള്ള കട്ടൻ അടിച്ചിട്ട് വരാം.
ഡാർലിംഗ് ഭക്ഷണം റെഡിയായോ? ദേ ഇപ്പൊ ശരിയാവും ഡാർലിംഗ്. ജസ്റ്റ് 2 minutes. ആ എളുപ്പം ഉണ്ടാക്ക്, വിശക്കുന്നേ. കാത്തിരുന്ന് മടുത്തോ? ദാ എങ്ങനെയുണ്ടെന്ന് നോക്ക്. താങ്ക് യു, യു ആർ സ്മാർട്ട്. എന്താ ഇന്ന് ഓഫീസ് വിട്ടതും വിശപ്പ് തുടങ്ങിയോ? ഇന്ന് ഓഫീസിൽ വളരെ ബിസിയായിരുന്നു. ലഞ്ച് കഴിക്കാൻ കൂടി സമയം കിട്ടിയില്ല. ഓ, അപ്പൊ ഇന്ന് മാർക്കറ്റിങ്ങിനൊന്നും പോയില്ല? മാർക്കറ്റിംഗ് പോയിട്ടെ ഇന്ന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പോലും പറ്റിയിട്ടില്ല. ഓക്കെ, ഇത് കഴിക്ക്, അല്ലെങ്കിൽ അത് തണുത്തു പോകും. നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം, നിങ്ങളത് കഴിക്ക്. ഇന്നത്തെ നിന്റെ കുക്കിംഗ് കളിക്ക് കേട്ടോ. അങ്ങനെയോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പൊ ആറ് ബോറായിരുന്നല്ലേ? അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്റെ പൊന്നെ. രുചി എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാ. താങ്ക് യു സോ മച്ച്. വെൽക്കം മൈ ഡിയർ. ഡാനി, നാളെ ക്ലാസ്സിലേക്ക് വേണ്ട കുറച്ച് നോട്ട് തയ്യാറാക്കാനുണ്ട്. ഞാനെന്നാ പൊക്കോട്ടെ? ആഹാ, പൊയ്ക്കോ. നീ നിന്റെ ജോലി നോക്കിയോ, എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം. ഓക്കെ, ഞാൻ പോണു. ഗുഡ് നൈറ്റ്. See you in the morning, darling. Okay, Good dear. night. വരൂ. എന്താ അവിടെ നിന്നത്? നീ ഡ്രസ് ചേഞ്ച് ചെയ്യലെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താ? നിങ്ങൾ എനിക്ക് അന്യനാണോ? നിങ്ങളുടെ മുമ്പിൽ എനിക്കെന്താ മറക്കാനുള്ളത്? വസ്ത്രം മാറുമ്പോ ആർക്കും ഒരു മറ ആവശ്യമുണ്ടാവും. എന്നാലും നിങ്ങൾ എന്റെ ഹസ്ബൻഡ് അല്ലേ? നിങ്ങളുടെ അടുത്ത് എന്തിനാ മറ? പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം മൂടിക്കിട്ട് നടക്കുന്നവരുടെ ഉള്ളിലാണ് കാപ്പട്യം. എല്ലാറ്റിനും ഓപ്പൺ മൈൻഡാണ് നല്ലത്. യു ആർ റൈറ്റ്. സ്വാതന്ത്ര്യത്തോടുകൂടി ഒന്ന് ശ്വാസം വിടാൻ പോലും ഓപ്പൺ ഏരിയ തന്നെ വേണം. ബട്ട് പലർക്കും തെറ്റ് ചെയ്യാനുള്ള പ്രചോദനം കൂടിയാവും അവിടെ. പ്രചോദനം അതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല. പലർക്കും രക്ഷപ്പെടാനുള്ള ഒരു വാക്കാണത്. പലരും അത് ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ കലിയാ വരാറ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മനസ്സിന് ഇമ്പോർട്ടൻറ്റ് പണമുണ്ടാക്കൽ മാത്രമാണ്. അതുകൊണ്ട് അതിന് ഏതുവഴി സ്വീകരിച്ചാലും ഉടനെ നിങ്ങൾ അതിനൊരു ന്യായീകരണം കണ്ടെത്തും. ഒരു കാര്യം ഞാനും പറഞ്ഞോളട്ടെ. നിന്നെ സംബന്ധിച്ച് നിന്റെ മനസ്സിലുള്ളത് സെക്സ് തുരകൾ മാത്രമാണ്. സെക്സ് ലൈഫിന്റെ ബേസിക്കൽ ഫൗണ്ടേഷനാണ്. അതില്ലെങ്കിൽ നേച്ചറിൽ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. അടെ നീ ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഇത്ര നേരത്തെ എങ്ങോട്ടാ? എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം. ശരി, നീ പോയിട്ട് വാ, ഞാനും ഇറങ്ങാം. ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. എനിക്കൊരു 15 മിനിറ്റ് വേണം. ബൈ. ബൈ.
പേരെന്താ നിന്റെ? ശ്യാം. എന്തു ചെയ്യുന്നു? മാഡം തേപ്പ് കട നടത്തുകയാണ്. മാഡം എന്തിനാ ഇതൊക്കെ ചോദിച്ചറിയുന്നേ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട്. മാഡം പോലീസ് കംപ്ലൈന്റോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പെണ്ണുങ്ങളെ വളയ്ക്കാൻ 2 ഗുണ്ടകളെ അയച്ചിട്ട് അവരെ കൊണ്ട് വീട്ടിൽ വന്ന് അനാവശ്യം പറയിപ്പിക്കുന്നു. പോലീസിന്റെ അടുത്തുനിന്ന് 2 കിട്ടുമ്പോ താനെ പഠിച്ചോളൂ. മാഡം ഗുണ്ടകളെ അയക്കേ? ഇല്ല മാഡം, എനിക്ക് സത്യമായിട്ടും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നീ ഇന്നലെ ആ 2 ഗുണ്ടകളെ കണ്ടിട്ടേ ഇല്ല? ഇല്ല മാഡം, ഞാൻ ഈ കട വിട്ട് ഇന്നലെ ഒരാളുടെ അടുത്തും പോയിട്ടില്ല, സത്യമായും പോയിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ നിനക്ക് മാപ്പ് തരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ ഉണ്ടായാൽ നീ തന്നെ പോലീസിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. ശരി മാഡം. പോലീസ് ചോദിക്കുമ്പോൾ നിന്നെ അവർ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയണം. തീർച്ചയായും പറഞ്ഞോളാം. മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. ഇതെന്നെ കൊണ്ടേ പോകുന്ന തോന്നണേ. ഡാനി, പുറപ്പെടാറായോ? ആ, ഞാൻ പുറപ്പെടാണ്. മടങ്ങി വരുമ്പോ കുറച്ച് നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വരണേ. മറന്നൊന്നും പിന്നെ പറയരുത്. ഓക്കെ, എങ്കിൽ ഞാൻ ഇറങ്ങേ. ബൈ, ടേക്ക് കെയർ. ബൈ ബൈ. ഇതല്ലേ? ആ, ഇത് തന്നെ. സാറ് അയച്ചതാ എന്നെ. സാറ് പറഞ്ഞതാണോ? ആ, അകത്ത് വരൂ, അകത്ത് വരൂ. ടീച്ചർ മാഡം അല്ലേ? ആ, അതെ, ഞാൻ തന്നെ. ആ, എന്നാ ഇതൊന്ന് ഇറക്കി വെക്കാൻ കൂട്. വേണ്ടത് മാഡം? വെണ്ടയ്ക്ക ഇല്ലേ? എന്താന്നാ പറഞ്ഞേ? വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക. തോരൻ വെക്കില്ലേ? വെണ്ടയ്ക്ക. വേറെന്താ അതിന് പേര്? ആ, അതെ അതെ അതെ. ആ ആ 30 രൂപയ്ക്ക് അര. 1/2 കിലോ 30 രൂപയ്ക്കോ? ആ, 1/2 കിലോ. 1/2 കിലോ തൂക്കൂ. 1/2 കിലോ മതിയോ? ആ, 1/2 കിലോ. വഴുതനങ്ങ വേണ്ടതല്ല, ഒന്നാന്തരം വഴുതനങ്ങ. മാഡത്തിന് പറ്റിയ വഴുതനങ്ങ. ഇതേ പച്ചമുളകുണ്ട്, വെണ്ടയ്ക്കാവുണ്ട്, നല്ല ഒന്നാന്തരം പച്ചച്ചീരയുണ്ട്. എല്ലാം കൂടെ പറയാതെ ഓരോന്നെടുത്ത് തൂക്കൂ. അത് നമുക്ക് എടുക്കാവുന്നേ, കുഴപ്പമില്ല. ആദ്യം വെണ്ടയ്ക്ക 1/2 കിലോ എടുക്കൂ. ആയിക്കോട്ടെ മാഡം, ഞാൻ ഇപ്പൊ തൂക്കിത്തരാം. ഇതെന്റെ പഴക്കമുള്ള ത്രാസാ, പക്ഷെ സാധനം ഉഗ്രനാ. ഉടുമ്പൻ ചോലയിലൊക്കെ ഇതിന് എന്താ മാർക്കറ്റെന്നറിയാവോ ഇപ്പോഴും? മനസ്സിലായോ? ഉടുമ്പൻചോരന്ന് ഇതൊക്കെ കൊണ്ടുവരുന്നത്? ഞാൻ മലപ്പുറത്തായിരുന്നപ്പോ എന്തായിരുന്നു ഇതിന്റെ ഡിമാൻഡ് എന്നറിയാവോ? മാഡത്തിന് സംശയമുണ്ട്, എന്റെ ഗ്രാമത്തിലൊന്നും ചോദിച്ചു നോക്കാം എല്ലാവരോടും. നിങ്ങൾ ഉടുമ്പൻചോരൽ എവിടാ? ഉടുമ്പൻചോരയ്ക്ക് അടുത്ത് പാപ്പംപാറ എന്ന് പറയും. പാപ്പംപാറ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാഷ കേട്ടപ്പോ ചോദിച്ചതാണ്. ഈ വെണ്ടയ്ക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, നല്ല സൂപ്പർ വെണ്ടയ്ക്കായ, അറിയാവോ? ഇതുകൊണ്ടേ എങ്ങനെയാ പണിയെടുക്കണ്ടെന്ന് അറിയാവോ? നല്ല കറക്റ്റ് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ചീരയും കൂടി ഇട്ട് ഒലത്തിയാല് ഒടുക്കത്തെ ടേസ്റ്റാ. ഓ, അപ്പൊ അങ്ങനെയാണ് വെണ്ടയ്ക്ക ആ ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്ക എന്താ പറയുക മാഡം? വെണ്ടയ്ക്ക വേണ്ടവർക്ക് അതല്ലാതെ വേറെ വല്ലതും പറ്റുമോ? എൻ്റെ വെണ്ടയ്ക്കായ്ക്ക് നല്ല ഡിമാൻഡ് ആയപ്പോഴും. കുറച്ചും കൂടി എടുക്കും. വെണ്ടയ്ക്ക കുറേ ദിവസം കേടുകൂടാതെ ഇരുന്നോളൂ എന്നേ. ഇതിനൊക്കെ കൂടി ഇപ്പൊ എന്തായി കാണും? ആ, ആകെപ്പാടെ 40 രൂപയായിട്ടുള്ളൂ. അതെ. കണ്ടോ, എന്റെ സൂചി എപ്പോഴും നേരെ നിൽക്കും. അങ്ങനെയാ. പൊളിത്തീനില്ലേ നിങ്ങളുടെ അടുത്ത്? അതിന് പോളിത്തീൻ സർക്കാർ ഇപ്പൊ നിരോധിച്ചിരിക്കല്ലേ. പിന്നെ ഇത് എവിടെ ഇടും? ഇതിപ്പോ ഇങ്ങോട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ആ, പതുക്കെ പതുക്കെ. ശരിക്കും അങ്ങോട്ട് വിടുത്തി പിടിക്ക്. ആ, അല്ല, ഇനി അടുത്തതേ ഈ വഴുതനങ്ങ മാഡത്തിന് പറ്റുന്നതാണെന്നൊന്നും നോക്കി. എനിക്ക് വളരെ ഇഷ്ടമാണ് നീളമുള്ള വഴുതനങ്ങ. അതിനെന്താ, തൂക്കിക്കോ. ഈശ്വരൻ സഹായിച്ച് ഓരോരുത്തർക്കും പറ്റിയ സാധനം എന്റെ കയ്യിലുണ്ടെന്നേ, ഏത് സൈസിലുള്ള. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഡിമാൻഡ്. ആ കാര്യത്തിൽ ഞാൻ രാജാവ് തന്നെ, രാജാവ്. അല്ല മാഡം, മൊത്തം ഇപ്പൊ എത്രയെന്ന് അറിയാവോ? 100 രൂപ. 100 രൂപ? 1/2 കിലോ വെണ്ടയ്ക്കാവുണ്ട്, പിന്നെ ഇത് ഇത്രയും വലിയ വഴുതനങ്ങ. ശരി, നിങ്ങളിരിക്കും, ഞാൻ പോയി ക്യാഷ് എടുക്കാം. എന്നാ പോയിച്ചു വരാം, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അപ്പൊ വഴുതനങ്ങ മേഡമാണ്. നാണമാകുന്നേ എനിക്ക്. ഇതാ നിങ്ങളുടെ പൈസ. സന്തോഷമായി മാഡം, എനിക്ക് സന്തോഷമായി. നാളെ വരണം. ആ, നാളെ വരണം. നാളെയോ? ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നോണ്ടിരിക്കും. ഇങ്ങോട്ടെങ്ങനെ വരാതിരിക്കുന്നു ഞാന്? ഒന്ന് പൊക്ക്, സൂക്ഷിച്ച് പൊക്കി തരണം കേട്ടോ.
നിക്ക്, ഞാൻ വാതിൽ തുറക്കാം. എന്നാ ഇനി വേഗം തുറക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം, പിന്നെ കാണാം നമുക്ക്. ഓ, ആയിക്കോട്ടെ. കറി വെക്കാനൊക്കെ ഞാൻ അറിയാമല്ലോ. വെച്ചോളാം. ഏയ് ഇസ്ത്രിക്കാരാ, ഇങ്ങോട്ട് വാ. വീണ്ടും ഇതാ വരുന്നു മാഡം. നീ എന്താ എന്നെ എപ്പോഴും തുറച്ചു നോക്കുന്നേ? അതും മുഖത്തേക്കും അല്ല. എന്തിനാ നോക്കുന്നേ? പെണ്ണുങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെ തുറച്ചു നോക്കാറുണ്ടോ? മാഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ? എങ്കിൽ ശരി, ഇനി എന്നെ കാണുമ്പോഴൊക്കെ ഇഷ്ടമുള്ളതൊക്കെ നോക്കുന്നു. സന്തോഷായോ? മാഡം, ഇനി എനിക്കൊരു കൈ നോക്കാം. I miss you, I want to kiss you. I miss you, I want to kiss you. I love my school teacher. I love my school teacher. I miss you, I want to kiss you. I love my school teacher. I love my school teacher. ഏഷ്യയിലെ മിസ്സാണോ, യൂറോപ്പിലെ ക്യൂനോ മിസ് വേൾഡോ? ഏഷ്യയിലെ മിസ്സാണോ, യൂറോപ്പിലെ ക്വീനോ മിസ് വേൾഡോ? ഓ മലയാളി നീ അണയുവതേ ഓർത്തിടുമ്പോൾ പുളകം. ആരു നീ ഈ മഞ്ഞരാവിൽ അണയൂ, നീ എൻ തുണയല്ലേ? ആരു നീ ഈ നീലരാവിൻ പുളകപ്പൂവായി വിരിയുന്നു? I love my school teacher. I love my school teacher. ഓർത്തിടാതെ എൻ കൗമാരം ഇതളായി നീർത്താനേ, ഈ അണിമുത്തുപുളകം പാറി ഒരു കൊതി നുരയാറാ. ഈ നയനനില, ഈ രാഗനില, ഓ ഏറി ഏറി വരും പ്രണയനില. അധരം മധരത്തിൽ ചാർത്തുമോ, അരികില്ലാതിരാവല്ലേ? ആരു നീ ഈ മഞ്ഞരാവിൽ അണയൂ, നീ എൻ തുണയല്ലേ? ആരു നീ ഈ മഞ്ഞരാവിൽ അണയൂ, നീ എൻ തുണയല്ലേ? I love my teacher. I love my school teacher. ദൂരത്തെ പൂമേട്ടിലാരോ
മീട്ടിയിലെ ദുന്ദുഭി പണ്ടത്തെ ഓർമ്മകളാകെയും തൂവിലെ ആശകൾ ഓരോ നിറം ഏതാണു ഗുണം മധുപാനമെന്നാണ് ചൊല്ലു സഖി സ്വത്തായെന്റെ സത്താനി മുത്താം ഇങ്ങു വാക്കനവേ പകരു നീയൻ മുക്താനുരാഗശ്രീയേ മധുസുധാരസം പകരു നീ മുക്താനുരാഗശ്രീയേ മധുസുധാരസം I miss you, I want to kiss you. I miss you, I want to kiss you. I love my school teacher. 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 ഒരാഴ്ച കൊണ്ട് ഞാൻ മെലിഞ്ഞത് തന്നെ. ശബാനെ, നിന്നെ ആ ടീച്ചർ മാഡം എന്തിനാ വിളിച്ചോണ്ട് പോണത്? ടീച്ചർ മേടോ? ആരാ ഇത് പറഞ്ഞത്? മോനെ സുന്ദര, നീ വലിയ പുണ്യാളൊന്നും കളിക്കണ്ട, ഉള്ള പോലെ പറയണം. ഇതിലിപ്പോ എന്ത് പ്രശ്നമുണ്ടെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ ഒരു പ്രശ്നവും കാണുന്നില്ല, പിന്നെന്തിനാ അവരെപ്പോഴും നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരു കട നടത്തുന്ന ആളെ ആരായാലും വിളിച്ച് സംസാരിക്കില്ലേ? നിങ്ങൾ അപ്പുറത്തൊരു കട തുടങ്ങ്, നിങ്ങളെ വിളിച്ചും സംസാരിക്കും. അതെന്താ ആലോചിക്കാത്? ഞാൻ കടയിട്ടാ നിന്റെ കഞ്ഞൂടി മുട്ടും. സഹോദര, കസ്റ്റമേഴ്സിനോടൊക്കെ എനിക്ക് സംസാരിക്കാം. അപ്പൊ നീ അങ്ങനെ കരുതിയിട്ടുള്ളത്? മാഡം നിന്നെ വിളിക്കണെന്തിനാണെന്ന് പറയടാ. എന്നോട് വേറൊന്നും പറഞ്ഞില്ല. അവരുടെ വീട്ടിൽ ചെന്ന കുറച്ച് വസ്ത്രങ്ങൾ തേക്കാൻ തരാന്ന് പറഞ്ഞു. ഇതിലിപ്പോ എന്താ ഇത്ര തെറ്റുള്ളത്? വേറും പറഞ്ഞില്ല, ഏതായാലും ഒന്നും പറയാതിരിക്കൂല. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. ശ്യാം, നീ നുണ പറയുകയാണ്. ഞാൻ എന്തിനാ നുണ പറയുന്നത്? നുണ പറയുന്നത് നിങ്ങളും ഇയാളും ചേർന്നാണ്. ഞങ്ങളെന്നാണ് പറഞ്ഞ്? ആ, ഇപ്പോഴല്ലേ നിന്നെ മേഡം ഇവിടെ വന്ന് വിളിച്ചിട്ട് പോയത്? എന്താ ഇത്ര സംശയം? എന്നെ വിളിച്ചാൽ ഞാൻ പോവും. പച്ചക്കറിക്കാരെയും മീൻകാരനെയും വിളിച്ചാൽ അവര് പോയില്ലേ? അതുപോലെ തന്നെ ഇസ്ത്രീ കടക്കാരനും. ഇതൊക്കെ ഓരോരുത്തർ തന്ന വസ്ത്രങ്ങളാ. നോക്ക്, പണി മാത്രം ചെയ്താൽ മതി. ഇല്ല. ശ്യാം, നിർത്തിക്കോ. നിനക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യ്. ഞാൻ ചെയ്യും. ആ ചെയ്, നമുക്ക് കാണാം. നീ ഇവിടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഒന്ന് പറയാം. ഏയ്, അവര് വന്നപ്പോ നീ ഇതിന് അവരോട് കലഹിക്കാൻ നിന്നത്? എന്ത് ചെയ്യാനാ മാഡം? ചിലര് വഴക്കുണ്ടാക്കാൻ നടക്കുക. അല്ല, ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടല്ല. അവരെപ്പോഴും പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തും. നാട്ടിലെല്ലാവരോടും വഴക്കും കൂടും. എത്രയെന്ന് വെച്ചിട്ടാ സഹിക്കുക? രണ്ടു കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദമുണ്ടാകൂ, അത് മറക്കരുത്. മാഡം, താഴ്ന്ന അവര് തലേ കയറും. എന്നാൽ കേൾക്ക്, വൈകുന്നേരം ആകുമ്പോ എന്റെ വീട്ടിലേക്ക് വാ. ശരി മാഡം. വീട്ടിൽ വന്നാൽ കുറച്ച് വസ്ത്രങ്ങൾ അഴിച്ചു തരാം, ഇസ്തിരി ഇടാനേ. ശരി മാഡം. നോക്ക്, വാക്ക് തെറ്റിക്കരുത് കേട്ടോ. മറക്കില്ല മാഡം, വൈകുന്നേരം തന്നെ വരാം. എന്തിനാ വൈകുന്നേരം വരുന്നത്? വസ്ത്രം വാങ്ങാൻ. ആ, നോക്ക്, എന്തായാലും വരണം. ഉറപ്പായും വന്നിരിക്കും മാഡം. ഓക്കെ, ഞാൻ പോണു. അപ്പോ മാഡം വീട്ടിലേക്കല്ലേ പോകുന്നത്? ആഹാ, ഞാൻ വേറെ എവിടേക്കും പോവില്ല. ഈ സമയത്ത് ആരാ? ആ, വന്നോ? മാഡം. വരൂ. ശരി, ഇവിടെ നിക്ക്, ഞാൻ തുണി എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ മാഡം. ഇതാ പിടിക്കൂ. ഇതൊക്കെ നിനക്ക് എപ്പോ തരാൻ പറ്റും? നാളെ കൊണ്ടുവരും മാഡം. ബട്ട് രാവിലെ നേരത്തെ വരണം, സാർ ഓഫീസിൽ പോകുന്ന സമയത്തിന് മുമ്പ്. ശരി മാഡം. ശരി, ഞാൻ രാവിലെ നേരത്തെ തന്നെ വരാം.
മാഡം ഇതാ തുണി. ആ വാ. ഇതാരാ? ഇവനിവിടെ എന്തിനാ വന്നേ? കുറച്ച് വസ്ത്രങ്ങൾ കൊടുത്തിരുന്നു ഇസ്തിരി ഇടാൻ. വളരെ പാവം പയ്യനാ. അതിന്? ഞാൻ മനസ്സിലാക്കി അവൻ ഒട്ടും വിദ്യാഭ്യാസം നേടിയിട്ടില്ലാന്ന്. അതുകൊണ്ട് അവനെ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീ പറയുന്നത് നല്ലത് തന്നെ. പക്ഷെ ഇവൻ സ്വയം പഠിക്കാൻ തയ്യാറുണ്ടോ? അവനെ തയ്യാറാക്കൽ എന്റെ കടമയല്ലേ. അവൻ പഠിച്ച് വലിയ ആളാകുമ്പോ നമുക്കത് കണ്ട് സന്തോഷിച്ചുകൂടെ? ശ്യാം, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അതെ, പഠിക്കാൻ ആഗ്രഹമുണ്ട് മാഡം. എന്നാൽ എൻ്റെ വീട്ടിലെ സ്ഥിതി അതിന് യോജിക്കാത്തതാണ് പ്രശ്നം. ഓ, അതുകൊണ്ടാണ് നീ ഇതിന്റെ മുമ്പിൽ ഒരു ഇസ്തിരിക്കട തുടങ്ങിയതല്ലേ? ആ, അതെൻ്റെ വിധിയാണ്. അമ്മയൊരു രോഗിയാണ്, അച്ഛനാണെങ്കിൽ മരിച്ചുപോയി. ഞാൻ ഈ കട തുടങ്ങിയോണ്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും വീട്ടിൽ ചെലവിനും പറ്റുന്നുണ്ട്. പഠിക്കുമോ നീ? സത്യം ചെയ്യാം മാഡം. ടീച്ചറിനെ പഠിപ്പിക്കൂ? പിന്നെന്താ, ഞാൻ പഠിപ്പിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് പഠിച്ചോളാം മാഡം. ആ, പെട്ടെന്ന് പഠിക്കണം. ആദ്യം ഞാൻ നിന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാം. പിന്നെ നിനക്ക് പ്രൈവറ്റ് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിത്തരാം. പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഓക്കേ? ശരി മാഡം, നന്ദിയുണ്ട്. ശരി. അപ്പം ഞാൻ പോട്ടെ സർ. ആ ശരി. സമയം ഒരുപാട് വൈകി, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഓക്കെ. ശരി. ഹലോ സർ, ശർമ്മജി ഫയൽ ഇതുവരെയും കൊണ്ടുവന്നില്ല. ശർമാജി അന്വേഷിച്ചില്ലേ? ഇല്ല സർ, ഒരാഴ്ചയും കൂടെ സമയം വേണമെന്ന് പറഞ്ഞു. അയാളെ ഒന്ന് വാൺ ചെയ്തേക്ക്. ഇനി ഇത് ആവർത്തിക്കരുതെന്നും പറ. ശരി സർ. ഇനി ഒന്നുകൂടി ഇത് ആവർത്തിച്ചാൽ ഡീല് ക്യാൻസൽ ചെയ്യുമെന്ന് പറ. ഓക്കെ സർ. മേത്താജി വന്നില്ലേ? ആ സർ, എപ്പോ വന്നു? ഇന്നലെ രാത്രി 10 മണിക്ക്. അയാൾക്ക് 2 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തേക്ക്. ഓക്കെ? ഇപ്പൊ കൊടുത്തേക്കാം സർ. ശരി, വേഗമാട്ടെ. ഓക്കെ സർ. ഇതാ വരുന്നു. ആ ശ്യാം, വരൂ. ശരി മാഡം. പറയൂ മാഡം. ശ്യാം, നിന്റെ പേര് ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ രജിസ്റ്റർ ചെയ്തു. ഓ മാഡം, ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ? വൈകുന്നേരം തന്നെ ശരിയാക്കി. പക്ഷെ വൈകുന്നേരം അല്ലേ ഞാൻ ഇവിടുന്ന് പോയത്? അതുകൊണ്ടെന്താ ശ്യാം, ശരി മാഡം. ഇന്ന് നിന്റെ ആദ്യത്തെ ക്ലാസ്സിന് നീ പോണം. ആ മാഡം, ഞാൻ പൊക്കോളാം. മറ്റു കുട്ടികളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരായിരിക്കും. അതിനിടയിൽ നീ ചെറുതാണെന്ന് നിനക്ക് തോന്നരുത്. അതിനെന്താ മാഡം, എനിക്കത് മനസ്സിലാവും. ഇത്രയധികം വിനയം കാണിക്കരുത്, പക്ഷേ അഹംഭാവവും കാണിക്കരുത്. ഓക്കെ മാഡം. ക്ലാസ് കഴിഞ്ഞ് അവിടെ ഇവിടെ ചുറ്റിത്തിരിയാൻ നിൽക്കരുത്. ശരി മാഡം, ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് പോകാം. എന്ന് വെച്ച് നിനക്ക് യാതൊന്നിനും സ്വാതന്ത്ര്യമില്ല എന്ന് വിചാരിക്കരുത്. ഇല്ലില്ല, അതെനിക്ക് മനസ്സിലാവും. ഇതാ നിന്റെ പുസ്തകങ്ങൾ. നന്നായി പൊതിഞ്ഞു കൊണ്ടുപോകണം. താങ്ക് യു മാഡം. ഓൾ ദി ബെസ്റ്റ്. നോക്കൂ, ആ? പോകുമ്പോ ആ പച്ചക്കറിക്കാരനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ. ആ ശരി മാഡം. ബൈ. ബൈ മാഡം. നമസ്കാരം. നമസ്കാരം. ആ, വരൂ വരൂ വരൂ. അങ്ങനെ പിന്നെയും വന്നു. ആ, സാവധാനം. എന്റെ കൊട്ടയൊന്ന് ശരിക്കും പിടിച്ചു തന്നെ മാഡം. മാഡം, ഞാൻ ഈ വാതിലങ്ങ് ആ, അടച്ചക്കട്ടെ. അടച്ചേക്ക്. അതാണ് സൗകര്യം. ഈ വസ്ത്രം നല്ല ചേർച്ചയാകട്ടോ. അതെയോ? ചില പെണ്ണുങ്ങൾക്ക് ഈ സാരിയെ ഒട്ടും ചേരുകയില്ലാത്ത വസ്ത്രമാണ്. അതെന്താ നിങ്ങൾ സാരി കാണുന്ന കുറ്റം? എല്ലാം കൂടെ മൂടി കിട്ടിയതേ ഇവിടെ കൊണ്ടുവെക്കും. പിന്നെ ഒരു സാധനം പോലും മനുഷ്യന് കാണാൻ പറ്റില്ല, അത് പറഞ്ഞാൽ മതി. അല്ല, ഒന്ന് ചോദിച്ചട്ടെ മാഡം, നിങ്ങൾക്കൊരു പേര് ദോഷം വരുന്നത് എനിക്ക് സഹിക്കല്ല. അതുകൊണ്ടാ ആ ചെറുക്കൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി ഇറങ്ങുന്നത്? അതോ, അതെന്റെ സ്റ്റുഡന്റ് ആണ്. അത് ശരി. അല്ല, എന്താ സ്റ്റുഡന്റ്? അതെന്റെ സ്റ്റുഡന്റ് ആണ്, എന്റെ ശിഷ്യൻ. ആ, അത് ഇപ്പോഴാ മനസ്സിലായി. എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ? നല്ല സ്നേഹത്തിൽ പഠിപ്പിക്കണം അതെന്റെ കേട്ടോ. കാര്യം നിങ്ങൾ കേട്ടില്ല? ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ, ഞാനിത് കേൾക്കണം. എത്ര ദൂരെന്നാ വരുന്നതെന്നറിയാവോ?
അങ്ങ് മറിയൂരും കാന്തല്ലൂരും കിടക്കുന്ന ഒന്നാം തരം പച്ചക്കറി ഇവിടെ കൊണ്ട് തരുന്ന ഞാൻ വേറെ ഒരു മനുഷ്യൻ ആ, കൊടുക്കാതെ ശരി ഇങ്ങോട്ട് ശരി കൊണ്ടുവരും. ആ പാൽച്ചുരക്കൊക്കെ എന്താ വില? പാൽച്ചൊരയ്ക്ക 30 രൂപ കിലോയ്ക്ക്. എടുക്കൂ, 1/2 കിലോ എടുക്കൂ. ഇത് കേട് വന്നിട്ടില്ലല്ലോ, ഉറപ്പുണ്ടല്ലോ? കാണുമ്പോ കുഴപ്പമില്ല. ഇതൊന്ന് നോക്കിയേ, ഇതിന് എന്നാ വില ഉള്ളതാണെന്നറിയാവോ? ഇത് പറ്റിയാലെങ്കിലേ ഇത് അതിനേക്കാളും ആ, ചെറുതുണ്ട്. ഇതിവിടെ ഇത് ഇരിക്കട്ടെ. നോക്കിയാ കറക്റ്റ് ആയിരിക്കല്ലേന്ന്. ഓ അല്ല അത് പറ്റിയാലെങ്കിൽ ഇത് ഇടത്തരം സാധനം വേറെ, വണ്ണം കുറവാണെങ്കിലും നീളമുണ്ട്. ആ, ക്യാരറ്റിന് എന്താ വില? എന്തേരം വേണം? 1/2 കിലോ എടുക്ക്. അല്ല അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ തൂക്കാമല്ലോ നമുക്ക്. എല്ലാം കൊള്ളാവുന്ന സാധനമല്ലേ. ആ, തൂക്ക്. ഒരു കാര്യം അറിയാവോ, എറണാകുളത്തൊക്കെ ഇതിന് ഭയങ്കര ആ, ഡിമാൻഡായി. നിങ്ങള് വലിയ സൂത്രക്കാരനാന്നറിയാം. ഞാൻ സൂത്രക്കാരനാ, എൻ്റെ സൂത്രം പലർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് തൂക്കി നോക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഒടിയാതെ മനസ്സിലായി, നോക്കണം കേട്ടോ. നിങ്ങളൊരു തെമ്മാടി നോക്കി തന്നെയാണ്. കണ്ടൊക്കെ ഉപയോഗിക്കണേ. അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ, ഞാൻ വേറൊരു സൂത്രം കൊണ്ടുതരാം. അല്ല മാഡം, ഇത് നിങ്ങളുടെ മുറി തന്നെയാണോ എല്ലാം കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നത്? ആ, എന്റെ മുറിയില്, എന്റെ കട്ടിലേല്. കട്ടില്ലല്ലോ. ഉം. ആ അല്ല, എല്ലാം കട്ടിലെ കൊണ്ട് വെച്ചാൽ ഒടിഞ്ഞു പോകില്ലേ? കുറച്ച് കീഴം കൂടെ വെയ്യ്. ഓ, ഒടിയാതെ നോക്കാനാ? നോക്കിക്കോളാം. അറിയൂരൊക്കെ പച്ചക്കറിക്ക് ഭയങ്കര വില കേട്ടോ, ആ, പറഞ്ഞേക്കാം. ശരി. ആ നിങ്ങളിതെല്ലാം അതാത് ദിവസം രാവിലെ തന്നെ പോയി അല്ല, വാങ്ങുന്നതാണല്ലേ? ഇത് ഇന്ന് വാങ്ങിച്ചല്ലേ ഞാൻ. ഇത് ഇന്നലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന. ചില കാര്യങ്ങളിൽ ഞാനൊരു എഞ്ചിനീയറാ. ആഹാ, എഞ്ചിനീയർ ആണല്ലേ? ഒരു കാര്യം പറയട്ടെ. ഏ ഒരു കാര്യം പറയട്ടെ. പറയേ. നിങ്ങളെ സഹിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങോട്ട് ആ ഇങ്ങോട്ട് വാ. എന്നെ സഹിച്ചാലുണ്ടല്ലോ നിങ്ങൾക്കേ ആ ഒരു ഹീറോയെ കാണാൻ പറ്റും. എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ ജന്മം ഭയങ്കരം തന്നെയാണ്. ആ എന്റെ പച്ചക്കറിയൊക്കെ ഇങ്ങെടുക്ക്. എന്ത് പറയാനാ മാഡം, എന്റെ ജീൻ അങ്ങനത്തെ ആയി പോയില്ലേ. എന്റെ പച്ചക്കറിയൊക്കെ തന്നിട്ടേ സ്ഥലം വിടാൻ നോക്ക്. അങ്ങ് പോവാറായിട്ടില്ല, കുറച്ച് അധ്വാനം കൂടെ ബാക്കിയുണ്ട്. ഞാൻ വാങ്ങിച്ചതൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചോ. അല്ല, അത് വാങ്ങിച്ചതായിരുന്നു ഈ പറഞ്ഞ പോലെ. സൂത്രക്കാരൻ അത് പിടിക്കുന്ന. നിങ്ങളുടെ കൊട്ടയ്ക്ക് ഭയങ്കര ഭാരമാണല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കിട്ടിയ സാധനങ്ങളെല്ലാം വേണ്ട പോലെ തന്നെ ഉപയോഗിക്കണേ. അതൊക്കെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. എന്നാ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഓ, ഇയാളെ അത് കൊണ്ട് സ്നേഹം തോറ്റു. കൊണ്ടല്ലേ. അതെയോ? നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. ശരി, അത് ആരോ നോക്കിട്ടോ. ആ, ശ്യാം വരൂ. നമസ്കാരം ഡാനി സാർ. ഹായ് ശ്യാം, ഇന്നത്തെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡാനി സാർ, എന്തു പറയാനാ, ഭയങ്കര പ്രശ്നമായിരുന്നു. അവിടെയുള്ള സകല സ്റ്റുഡൻസ് എന്റെ പിന്നാലെ വന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. അവര് വല്ലാതെ ബുദ്ധിമുട്ടിച്ചോ? ആ, ശരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് മണി അടിച്ച് അവരെ എന്റെ ഫ്രണ്ട്സ് ആക്കി. കുട്ടികളുടെ കാര്യം അത്രയൊക്കെ ഉള്ളൂ, അതൊക്കെ എല്ലാരും മറന്നു കാണും. ആ പിന്നെ ഞാൻ പഠനത്തെ എല്ലാരെയും തോൽപ്പിച്ചോളാം. എന്നെ ശല്യപ്പെടുത്താൻ വരുന്നവരുടെ എല്ലാം കൂടെ
കളിച്ച് ഞാൻ എൻജോയ് ചെയ്തോളാം. ശരി, അത് നല്ല കാര്യം. തുടക്കത്തിലെ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഏത് കാര്യവും ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാവില്ലേ? ഏത് കാര്യവും ആദ്യത്തെ തവണ കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാവും. ആവർത്തിച്ച് ചെയ്യുമ്പോൾ പിന്നെ അതിൽ വളരെ സമർത്ഥനുമാകും. ആദ്യം വിദ്യാർത്ഥിയാവും, പിന്നെയാണ് മാഷായി മാറുക. അങ്ങനെയാണോ മാഡം? അങ്ങനെയെന്ന് വെച്ചാ എങ്ങനെയാന്ന് വെച്ചാ നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടല്ലോ. ആ, ആ, ഉണ്ട്. അപ്പോൾ എന്ത് തടസ്സം ഉണ്ടായാലും പഠനം നിനക്ക് ഇൻട്രസ്റ്റ് ആയി വരും. അപ്പൊ ചെല്ലേ പോയി പഠിക്കേ. ശരി സാർ. ഉം. ബൈ മാഡം. ബൈ. എന്താ ചെയ്യാ, ഇതിൽ കുറച്ചേ ഉള്ളല്ലോ. ബാക്കിയൊക്കെ ഇനി ഏത് ബുക്കിലാണാവോ? ഒന്ന് നോക്കട്ടെ. ശ്യാം, ശ്യാം, എന്താ മാഡം? ഇവിടെ വരെ ഒന്ന് വരൂ. ഇതാ വരുന്നു മാഡം. ശ്യാം, എന്താ മാഡം? ആ ബാഗ് ഒന്ന് മുകളിൽ നിന്ന് എടുത്തു തരൂ. ശരി മാഡം. ഇവിടെ കയറിട്ടാ? ആ, അതിൻ്റെ ഉള്ളിൽ. മാഡം ഇതാണോ? ആ, അത് തന്നെ. ഇതാ മാഡം. താങ്ക് യു. മാഡം ഒരു താങ്ക്സിൽ മാത്രം ഒതുക്കി തീർക്കല്ലേ. പിന്നെ നിനക്കെന്താ വേണ്ടത്? മാഡം, ഞാനെന്താ ആഗ്രഹിക്കുന്നെന്ന് മാഡത്തിന് മനസ്സിലായിട്ടില്ലേ? എനിക്കറിയാം നീ എന്താ ആഗ്രഹിക്കുന്നതെന്ന്. നിന്റെ ആഗ്രഹമൊക്കെ ഞാൻ സാധിച്ചു തരുകയും ചെയ്യും. പക്ഷേ ആദ്യം നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വാ. അത് മാഡം, എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിക്കോളാം. ആദ്യം പാസ്സായിട്ട് വാടാ, ബാക്കിയൊക്കെ പിന്നെ. ഉഫ്, ഇതുവരെ എണീറ്റില്ലേ? ഡാനി, 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 9 മണിയായി. ഇപ്പോഴും കിടന്നുറങ്ങാം? എന്ത്? ഇതാ ചായ. നൈസ്. എന്റെ ബാഗ് റെഡിയാക്കി വെക്കേ. യെസ്, നിങ്ങളുടെ വസ്ത്രങ്ങളും മറ്റെല്ലാ സാധനങ്ങളും ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോവേല്ല, പേടിക്കണ്ട. ഞാൻ വേഗം ജോലി തീർത്ത് വന്നേക്കാം. ഡാനി, എത്ര ദിവസവും മടങ്ങി വരാൻ? ഏറിയാൽ ഒരു 5-6 ദിവസം. ഓക്കെ, വേഗം വരണം. ആ, എന്നാ ഞാൻ പെട്ടെന്ന് കുളിച്ചു വരാം. ആ, ശരി. എന്താ മാഡം? ഇതാ വരുന്നു.
ശരിക്കൊരു ദേവത തന്നെ. നീ അധികം നോക്കി വെള്ളം ഇറക്കണ്ട. അവളെ എന്റെ ദേവത തന്നെയാ. അധികം കുതിക്കണ്ട, നിനക്കുള്ളതല്ല അവള്. ഞാനിവിടെ നിൽക്കുന്നത് കണ്ടിട്ടാ അവളിങ്ങോട്ട് വരുന്നത്. അവള് പിറന്നത് തന്നെ എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി. അത് വേണേ ഞാൻ ഇന്ന് തെളിയിക്കാം അവൾ ആരെയാ നോക്കുന്നതെന്ന്. നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ തെളിയിക്ക്. അതും തെളിയിച്ചിട്ട് തന്നെ കാര്യം. അവള് നിനക്കുള്ളതാണോ അതോ എനിക്കുള്ളതാണോ? നീ കേൾക്ക്, തെളിവിന്റെ ഒരാവശ്യമില്ല. അവൾ എനിക്കുള്ളതാ, എനിക്ക്. അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. അവളെ അത്ര എളുപ്പത്തിൽ കിട്ടുമെന്ന് നീ കരുതിയോ? അവൾക്ക് എന്നെയാണ് ഇഷ്ടമെങ്കിലോ? അങ്ങനെയെങ്കിൽ നീ പോയി ചോദിച്ചിട്ട് വാ. നിനക്ക് അവളോട് ചോദിക്കാൻ മാത്രം ഉള്ള ധൈര്യമുണ്ടോ? കൊള്ളാം. വായി നോക്കികൾക്ക് ഒരു നാണവും ഇല്ലാണ്ടായിരിക്കുന്നു. ഇന്ന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. കണ്ടോ മോനെ, നിന്നത് കണ്ടോ? ഇനി ഞാൻ ബെറ്റ് വെക്കാൻ തയ്യാറാ. പോടാ, ആ ദേവത എനിക്കുള്ളതാ, എനിക്ക് മാത്രമുള്ളതാ. ചെല്ല്, അവളുടെ കാലിലേ ചപ്പലുണ്ട്. ചപ്പലുണ്ടെങ്കിൽ എന്താ പ്രശ്നം? എനിക്കതിലൊരു പ്രശ്നമില്ല. നീ വാ, ചെല്ല, വാ മോനെ. ചെല്ല, വാ. ആ, ഓ ചേട്ടന്മാരെ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. മേഡത്തിന് ഞങ്ങള് തല്ലാൻ വേണ്ടി വല്ലതും ആണോ? ഇല്ല ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ആണുങ്ങളല്ലേ, എന്തിനാ പേടിക്കുന്നേ? ഇങ്ങ് വന്നേ. ഞാനൊരു കാര്യം പറയാം. എന്റെ വിവാഹം കഴിഞ്ഞതാ, എനിക്കൊരു ഭർത്താവുണ്ട്. അങ്ങേരെങ്ങാനും ഇത് അറിഞ്ഞാ എന്റെ പുറകെ നടന്നിട്ടും കമന്റ് അടിച്ചിട്ടും നിങ്ങൾക്കൊരു ഗുണവുമില്ല. എന്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയാതെ വല്ല ജോലിക്കും പോയി 10 കാശുണ്ടാക്കി കുടുംബത്ത് കൊടുത്തൂടെ? ഇപ്പോഴേ നോക്കിയാ നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടിയാ നല്ല പെൺകുട്ടിയെ കിട്ടും. അതല്ലേ നല്ലത്. മേഡം, ഞാൻ തുണിയും കൊണ്ട് വന്നതാ. നീ അവിടെ ഇരിക്കും. ശരി മേഡം. ഞാൻ ബാക്കിയുള്ള തുണി എടുത്തിട്ട് വേഗം ആ വരാം. ശരി. ആ, ചായ കുടിക്കാം. എല്ലാ എണ്ണയില്ലേ? ആ, ഏ, നിങ്ങൾ വന്നോ? എന്താ ഇത്ര പെട്ടെന്ന്? എന്താ വന്നത്, ഇഷ്ടായില്ലേ? ഡാനി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്?
ഞാൻ അങ്ങനെ ഒരു അർത്ഥം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വേറെ എന്താ അർത്ഥം നീ കണ്ടത്? ഞാൻ ഉദ്ദേശിച്ചത് നോ കോൾ, നോ മെസ്സേജ്. മതി, ഡാനി ഇരിക്ക്. ശ്യാമേ, നീ എന്തിനാ ഇപ്പൊ വന്നത്? ഞാൻ അത് സാർ അവരുടെ അടുത്ത് നിന്ന് തുണി വാങ്ങാൻ വന്നു. ആ ശരി, വസ്ത്രം വാങ്ങി കഴിഞ്ഞിട്ടേ പോകുമ്പോ വാതിലടിച്ചേക്ക്. ഓക്കെ? ശരി സാർ. ആ പൊക്കോ. ഡാനി ബാബു, ഡാനി ബാബു, ആ ഞാൻ നിങ്ങളുടെ ബ്ലഡ് പരിശോധിച്ചു. എന്നാലെന്ത് ഡോക്ടർ സാർ? ഈ ഒരു ആക്സിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അതായത് ഇനി നിങ്ങൾക്കൊരിക്കലും അച്ഛനാവാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് ഡോക്ടർ? ഈ ആക്സിഡൻറ്റിൽ നിങ്ങളുടെ സെക്ഷൽ പവർ നശിച്ചു പോയിരിക്കുന്നു. ഡോക്ടർ അങ്ങ് പറയുന്നത് നുണയാണ്. ഒരു ഡോക്ടർ ഒരിക്കലും ഒരു രോഗിയോട് നുണ പറയില്ല. ഓ മൈ ഗോഡ്. എന്തു പറ്റി? എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഒന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡാർലിംഗ്, ഉം. ആ ആക്സിഡന്റിന് ശേഷം എൻ്റെ സെക്ഷൽ പവർ നശിച്ചുപോയി. ഇല്ല ഡാനി, പ്ലീസ് എന്നോട് നുണ പറയരുത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇത് സത്യമാണ് മേരി. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി മാറിയിരിക്കുന്നു. കരയില്ലേ? ഇല്ല ഡാനി, പ്ലീസ് പറയതൊരു നുണയാണെന്ന്. ഞാനെന്തിനു നുണ പറയണം? എനിക്കിനി അച്ഛനാവാൻ ഒരു കാലം. ഇതാ കോഫി. കോഫി കുടിക്കാനുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ എന്തിനുള്ള മൂഡിലാ നിങ്ങൾ? അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമനോട് നീ റൂമിനകത്ത് എന്താ സംസാരിച്ചോണ്ടിരുന്നത്? ഓ, ഇപ്പൊ പിടികിട്ടി. നിങ്ങൾ അതും ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ? നോക്ക്, നീ എൻ്റെ ഭാര്യയാണ്. അവൻ്റെ അടുത്ത് നീ ഓവറായിട്ടാ പെരുമാറുന്നേ. നിങ്ങൾ എന്നെ സംശയിക്കുവാണോ? അതെ, സംശയമുണ്ട്. എന്തിന്? ഞാനെന്താ ചെയ്തത്? ശ്യാമിൻ്റെ അടുത്ത് നീ എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നേ? ഇരുന്നതല്ലേ ഉള്ളൂ, ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്തോ ഇല്ലേന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? ഇതൊക്കെ വിടുടാനേ. മനസ്സിൽ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരിക്കലും ഒരു അച്ഛനാവാൻ സാധിക്കാത്തത് കൊണ്ട്. അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ തന്നെ. നിങ്ങളെന്താ ശ്യാമിനെ പറ്റി വിചാരിച്ചേക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ അസൂയ മാത്രമാണുള്ളത്. ആർക്കറിയാം നീ എന്തൊക്കെ ചുറ്റിക്കളിയാ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്? ഡാനി, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? കൊള്ളാലോ, തെറ്റിയെന്നത് നീ, നാണിക്കാൻ ഞാനും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്താ നിനക്ക് അവനോട്ട് പരിപാടി? സത്യമായിട്ട് ഞങ്ങൾ എക്സാം എടുത്തതുകൊണ്ട് പഠിത്തത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഓഹോ, അപ്പൊ സീരിയസ് ഡിസ്കഷൻ? ആ അതെ, ശ്യാമിന്റെ എക്സാം എടുത്തു. സോറി ഡാർലിംഗ്, ഞാൻ വെറുതെ നിന്നെ സംശയിച്ചു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ചൂടാറും മുമ്പ് കോഫി കുടിക്കും. ആ. ആ ശ്യാം, നീയോ? വാ. ആ മാഡം. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ മാഡം, നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഓ, അതാണോ കാര്യം? ആ പറ, നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ആ, ഒരു കുഴപ്പമില്ല, നന്നായി പോകുന്നു. വേറൊരു കാര്യമുണ്ട്, എൻ്റെ പ്രൊഫസർ എന്നോട് വളരെ ക്ലോസ് ആണ്. അതെയോ? പ്രൊഫസറായിട്ട് വളരെ കമ്പനിയായോ? അദ്ദേഹം പറയാണ് ഡെയിലി എനിക്കും കൂടിയുള്ള ടിഫിനും കൊണ്ടുവന്ന് തരാന്ന്. റിയലി? ആ. വാവ്, സോ നൈസ്. കണ്ടോ എഡ്യൂക്കേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്? യെസ് മാഡം, ഇപ്പോഴാണ് മാഡം എന്നെ പഠിപ്പിച്ചതിന്റെ വില എനിക്ക് മനസ്സിലാകുന്നത്. നിന്നെ പഠിപ്പിച്ച് വലിയൊരാളാക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അപ്പം മാഡത്തിന്? എനിക്കെന്താ? അത് എനിക്ക് മാഡം ഒരു ജീവിതം ഉണ്ടാക്കി തന്നിരിക്കല്ലേ. ഞാനെങ്ങനെ നിനക്ക് ജീവിതം ഉണ്ടാക്കിയത്? പറ. എഴുത്തും വായനയും പഠിപ്പിച്ചു, എഡ്യൂക്കേഷനും തന്നു. ഓ അങ്ങനെ. പക്ഷെ മാഡം, നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് ജീവിതത്തിന്റെ പല പാഠങ്ങളും പഠിക്കാൻ സാധിച്ചു. എന്താ? എനിക്കിപ്പോൾ പ്രധാനമായും സ്ത്രീയുടെ വിവിധ തലങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഓക്കെ, നീ മനസ്സിരുത്തി പഠിച്ചാൽ ഇതിലും വലിയ ഉയരങ്ങളിൽ തീർച്ചയായും നിനക്ക് കയ്യെത്തി പിടിക്കാം.
ശരി മാഡം, എൻ്റെ ക്ലാസ്സിൻ്റെ സമയമായി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, എന്നാ കാണാം. ശരി മാഡം, ബൈ. ബൈ. എന്നാ ശരി മാഡം. ഈയിടെയായിട്ട് നിനക്ക് എന്നെക്കാട്ടിയും കൂടുതൽ ശ്യാമിന്റെ കാര്യത്തിലാ ശ്രദ്ധ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്യാം ഒരു കൊച്ചുകുട്ടിയാണ്. നിങ്ങൾ എന്റെ ഹസ്ബൻഡാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കി കൂടെ? അതെന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ശ്യാമിനോട് എത്ര വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാ പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുകൂടെ? ആ നീ ചെയ്യുന്ന എന്താന്ന് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. എനിക്കൊരു അമ്മയാവാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതാണ് നിന്റെ മാറ്റത്തിന് കാരണം. നിനക്കൊരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ നീ വേറെ വിവാഹം കഴിച്ചോ? വേറൊരു കല്യാണോ? ആ, ഒരു സെക്കൻഡ് മാരേജ്. അവൻ നിന്റെ അമ്മയാകാനുള്ള ആഗ്രഹം സാധിച്ചു തരും. എനിക്ക് വേറൊരു കല്യാണം കഴിക്കണ്ട. പിന്നെ എന്നെ കുറ്റം പറയരുത്. നിനക്ക് ഇഷ്ടമുള്ളപ്പോ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. ഈ ലോകത്ത് എത്രയോ പേർ കഷ്ടപ്പാട് ദുരിതവും അനുഭവിക്കുന്നു, എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ? അത് സമ്മതിക്കുന്നു. പക്ഷെ ശ്യാം പഠിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. പഠിത്തത്തിന്റെ പേരും പറഞ്ഞ് നീ ശ്യാമിന്റെ യൗവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവന്റെ കണ്ണിൽ നിന്നോടുള്ള ആസക്തിയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ ശ്യാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ? എനിക്കല്ല, നിനക്കാ നാണമില്ലാത്തത്. നമസ്കാരം മാഡം. എന്താ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ? ഇന്ന് മാഡത്തിന് ഒരു മൂഡില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. വരൂ. എന്നാ ഞാൻ പോയേക്കാം. എന്തായാലും വന്നതല്ലേ, അകത്തേക്ക് വരൂ. എന്താണെന്ന് നോക്കാം. വരൂ. എനിക്കിപ്പോഴും പെണ്ണുങ്ങളെ സഹിക്കുന്നതിന് ഒരു കുഴപ്പമില്ല മാഡം. ആ വാതിലങ്ങ് അടച്ചേരാം മാഡം. ഞാൻ അടച്ചോളാം. ഈ സാധനം ഒന്ന് പിടിച്ചു സാധിക്കേ. എന്താ ഇത്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താഴേക്ക് വെക്കാൻ അങ്ങനെയല്ല പറ്റില്ലേ? മാഡം. ആ ഇനി പറ മാഡം, ഇന്ന് എന്തൊക്കെയാ വേണ്ടത്? നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്? എൻ്റെ കയ്യിലുള്ളത് എന്ത് വേണേലും തരാം. മാഡം ഇതുവരെ ആവശ്യപ്പെട്ടില്ലല്ലോ. മാഡത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇന്നെന്റെ BP വളരെ ലോയാ. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കോവയ്ക്കയില്ലേ, അത് കുഴപ്പമായെന്നാ തോന്നുന്നേ. എന്താ പറയുക മാഡം, ഈ കാലം വരേക്കും എൻ്റെ പാൽച്ചരക്ക വാങ്ങിയവരൊക്കെ നല്ലതാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരാൾ ആദ്യം പറയുന്നേ. ഞാനൊരു കാര്യം ആ പറയട്ടെ. എന്നാ പറയേ. നിങ്ങൾ ഇതുവല്ലം കഴിക്കാറുണ്ടോ? അതെ, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിമിട്ടനായിട്ടിരിക്കുന്നത് എന്ത് കഴിച്ചിട്ടാന്നറിയോ? പാൽച്ചരക്ക. കണ്ടോ? ഇത് കണ്ടോ? സംഭവം കൊള്ളാലോ. ഇപ്പോഴും സൽമാൻ ഖാനെ പോലെ ഇരിക്കുന്ന കേട്ടോ. ഉം. ഈ മസിലിന്റെ ഗുണം എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അത് പിന്നെ മനസ്സിലായില്ലേ മാഡം? എനിക്ക് മനസ്സിലായി. ആ, നിങ്ങൾ എന്താ? എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആയിക്കോട്ടെ, നല്ലത്. ഞാൻ പോണു. നമസ്കാരം. എനിക്ക് വേറെ പണിയൊന്നും ഒരിടത്തും ഇല്ലാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. മാഡത്തിന് ആവശ്യമുള്ളത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നു. നിങ്ങൾക്ക് പോകാൻ എന്താ ഇത്ര ധൃതി? വേറെന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ടേ. വേറൊന്നും വേണ്ട. എന്നാ പിന്നെ അകത്ത് പോയി ആ ചൊരക്കയുടെയും വെണ്ടയുടെയും ഒക്കെ പൈസ, പിന്നെ ഈ വഴുതനങ്ങയുടെ പൈസയും കൂടി എല്ലാം കൂടി 50 രൂപയായി പോയി എടുത്തോണ്ട് പോവാ. 50 രൂപയോ? 50 രൂപ കുറവാണെന്നാണോ? അത് സാരമില്ല, 50 രൂപ തന്നു വെച്ചാൽ മതി. പോയി എടുത്തോണ്ട് പോവാ. 100 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? 100 നോട്ടാ? അത് സാരമില്ല, പോയി എടുത്തോണ്ട് പോവാ. ശരി, നിക്ക്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. വേഗം വാ. ഇതാണ് നിങ്ങളുടെ മുഴുവൻ പൈസയും. എന്താ? ഇതാ നിങ്ങളുടെ പൈസ. അതെ. അല്ല, 50 ചോദിച്ചാ 100 രൂപ തരുന്ന ആളാ ഇല്ലേ? വേറെ ചേഞ്ച് ഇല്ല, പിന്നെന്ത് ചെയ്യാനാ? ഉള്ളതല്ലേ തരാൻ പറ്റൂ. അതേ, നിങ്ങൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് പറയാൻ എനിക്ക് നാണോ? പറയുന്നേ. അത് വേണ്ട മാഡം. പറയടോ. അത് ഞാൻ പറയാല. ഞാനാരോടും പറയില്ല. എന്നോട് പറയടോ. ഒന്ന് പോ മാഡം, വെറുതെ മനുഷ്യനെ പട്ടുപിടിപ്പിക്കാതെ. അത് പോട്ടെ മാഡം. നമ്മളെപ്പോഴും കാണുന്നവരല്ലേ, ഒരു നാണക്കാരൻ. ഞാൻ പോവാ മാഡം. ശരി. എന്തൊരു ഭാരം ഇതിന്. നിങ്ങളിത് എങ്ങനെ ചുമക്കുന്നു?
ആ ശ്യാം, നീ ക്ലാസ് കഴിഞ്ഞ് വന്നോ? ഓ മാഡം. എന്റെ അടുത്ത് ഇരിക്കും. എന്റെ കൂടെ മാർക്കറ്റിലേക്ക് വരുമോ? കുറച്ച് സാധനം മേടിക്കാനുണ്ട്. വരാം മാഡം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മാഡം? നിനക്ക് മസാജ് ചെയ്യാൻ അറിയോ? ആ അറിയാം മാഡം. അതെ, എന്റെ നടുവിന് ഭയങ്കര വേദന. കുറച്ച് എണ്ണയിട്ട് തിരുമ്മി തരുമോ? എന്നിട്ട് മാർക്കറ്റിൽ പോവാം. അതിനെന്താ മാഡം? ഭയങ്കര വേദന.
നിക്കടേ എവിടെ? എങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ചുമ്മാ എന്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ. ഞങ്ങൾ അലഞ്ഞിരി നടക്കുന്നവരല്ല, നല്ല കുടുംബത്തിൽ പറഞ്ഞവരാ. നല്ല കുടുംബത്തിൽ പിറന്നിട്ടാണോ ഇങ്ങനെ വഴിയെ പോകുന്ന പെൺപിള്ളേരെ ശല്യം ചെയ്യുന്നത്? മോന്തക്കെട്ടൊക്കെ കിട്ടിയാലും നീയൊക്കെ പഠിക്കൂ. മാഡം, ഞങ്ങളായിട്ട് മുട്ടാ നയിക്കണ്ട, മനസ്സിലായാ? നിങ്ങളെ പാട് നോക്കി പോ. അല്ലേലും നിന്നെ പോലുള്ള അലവലാദികളോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ എന്നെ അലവലാതി വിളിക്കുമല്ലടി. തോന്നിവാസം കാണിക്കുന്ന നിന്നെ പോലുള്ള അലവലാദികളെ പിന്നെ എന്താ വിളിക്കേണ്ടത്? കയ്യ് മാത്രമല്ലടി വിളിക്കുന്നത്. ഇവിടെ പോടി, ഒരു താള്. വേണ്ട, ഇത് ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ? മാഡം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് മാഡത്തിന്റെ ഭർത്താവ് ഡാനി സാറ് പറഞ്ഞിട്ടാ. പറഞ്ഞാ നിങ്ങൾ എന്തും ചെയ്യൂ. മേഡം, ഞങ്ങൾ പൈസക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളൊന്നും ചെയ്യരുത്. ശരി, പൊക്കോ. മാപ്പ് തരണം ഞങ്ങൾക്ക്. അതെ മേഡം. ഡാനി, നിങ്ങൾ ഇത്ര ചീപ്പാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തുണ്ടായി ഒന്ന് തെളിച്ചു പറ. എന്നെ പരസ്യമായി മാനഭംഗപ്പെടുത്താൻ നിങ്ങൾ റൗഡികളെ ഏർപ്പെടുത്തിയില്ലേ? ഇങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിനു ലജ്ജിക്കണം? നീ ആ പയ്യനോട് ഇപ്പോഴും കൊഞ്ചിക്കൊഴിഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഒരു ഭർത്താവിന് സഹിക്കുന്നതല്ലത്. നിങ്ങളുടെ ഉള്ളിലൊരു മൃഗമാണിപ്പോ ജീവിക്കുന്നത്. നിങ്ങൾ ഇത്ര തരം താഴ്ന്നു പോയല്ലോ. നിങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടായത്. നീ തെറ്റായി നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തെറ്റായ ധാരണ ഉണ്ടാവുന്നത്. ഞാൻ നിങ്ങളെ ഇതുവരെ ചതിക്കാൻ നോക്കിയിട്ടില്ല. ഓരോന്നും നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. എന്ത്? നീ ഭീഷണിയും കൊണ്ടുവരുന്നത് ഈ എന്റെ അടുത്തോ? നീ ഒരു അഴിഞ്ഞാട്ടക്കാരിയായിട്ട് നടക്കുന്നത് കാണുമ്പോ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് പറയുന്നേ. ഡാനി, നിങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. നിങ്ങൾ എന്റെ ഭർത്താവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. നീ എനിക്ക് സംഭവിച്ച വൈകല്യം മുതലെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? ഡാനി, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഇപ്പോൾ ഒരുപാട് അകന്നുപോയി. യൗവന തിളപ്പിൽ മനുഷ്യർ എന്തും കാട്ടിക്കൂട്ടും. ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാ. ഡാനി, നോക്ക്, നീ ശ്യാമിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്ക്. അതിനെന്റെ ജീവിതത്തിൽ അവൻ ആരാന്നാ? സകല കുഴപ്പം അവനെ ഉണ്ടാക്കുന്നേ. എപ്പോ അവനിവിടെ കാലുകുത്തിയോ അപ്പൊ മുതൽ എന്റെ നാശം ആരംഭിച്ചിരിക്കുക. അവൻ നീ വീട്ടിൽ വരാൻ പാടില്ല. ഡാനി, ഞാൻ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. ഡാ, അവളാള് ഭയങ്കരിയാ. ഒന്ന് തൊടാൻ പോലും അവൾ സമ്മതിക്കില്ല. എടാ മണ്ട, തൊടുന്ന കാര്യം പോയിട്ട് അവൾ ആ ഏരിയ പോലും അടുപ്പിക്കൂല. എൻ്റെ മോനെ, അവളൊരു വിളഞ്ഞ വിത്താടാ, വിളഞ്ഞ വിത്ത്. എങ്ങനെ പിടിച്ചാലും അവൾ തെന്നി മാറും. ഭയങ്കരി. ഇനിയിപ്പൊ നമ്മള് കൈയും കെട്ടി നോക്കിയിരിക്കണോ? അങ്ങനെയല്ല. അവളെടുത്ത് നീ ചെല്ലണം, ആവശ്യം പറയണം, 4 പെട വാങ്ങണം. എന്നാലേ നീ പഠിക്കൂ. നീ അടിപൊളിന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ തേപ്പുകാരൻ തണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ആ കുതിരനെ നമുക്ക് മെരുക്കായിരുന്നു. നീ പറഞ്ഞത് സത്യം. സകല പ്ലാനും പൊളിക്കുന്നത് ആ തേപ്പുകാരൻ നായിൻ്റെ മോന. നമുക്ക് ആ ശ്യാമിനും ഒരു മുട്ടാൻ പണിയാൻ കൊടുത്താലോ? എന്തിനാ? ഒരു തവണ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ നിനക്ക്? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരുമിച്ച് നിന്നാലേ അവൻ്റെ പണി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവനെ എടുത്തിട്ടൊന്ന് പെരുമാറിയാൽ അവൻ പേടിച്ച് സ്ഥലം വിട്ടോളൂ. നീ ഇപ്പം കാണിക്കുന്ന ചങ്കൂറ്റത്തിൻ്റെ ചെറിയൊരംശം അന്ന് കാണിച്ചിരുന്നെങ്കിൽ. അന്നും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. അതെ, അവനെ ഒതുക്കണമെങ്കിലേ നമുക്ക് നല്ലൊരു പ്ലാൻ വേണം ആദ്യം. അപ്പോൾ ഇത്ര നാളും പ്ലാൻ ചെയ്തൊന്നും പോരെ? നീ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് നല്ലൊരു അവസരം വരുമ്പം പൂട്ടാം.
അങ്ങനെ ഒന്ന് നടന്നു കിട്ടിയാൽ പിന്നെ അവൾ നമ്മുടെ കയ്യിൽ തന്നെ. കുറെ നേരമല്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്. ചായ കുടിക്കും. നന്നായി, താങ്ക് യു മാഡം. എന്നാ നിന്റെ എക്സാം തുടങ്ങുന്നേ? നാളെ മുതൽ. നാളത്തെ എക്സാമിന് നീ ഉഷാറായിട്ട് പഠിക്കുവാണ്. ആ മാഡം, ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിന്നെ കാണുമ്പോ നീ വളരെ വലുതായതുപോലെ. ആ മാഡം, പെട്ടെന്ന് വലുതാവുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും എന്നെ തുറച്ചു നോക്കുന്നേ? ഏയ് ഇല്ല, തുറിച്ചു നോക്കേ. ശല്യപ്പെടുത്തുന്നില്ല. എന്നാൽ ഇതൊക്കെ കണ്ടു പഠിച്ചാൽ ബയോളജിക്ക് നിനക്ക് നല്ല മാർക്ക് കിട്ടും. മാഡം എന്നെ മുഴുവനായിട്ട് പഠിപ്പിച്ച ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കാര്യം ഉറപ്പാ. നീ വിചാരിച്ചാൽ നിനക്ക് നേടാം. ശരി മാഡം. ആ മേഡം, വാ. എന്നെ എന്തിനാ വിളിച്ചേ? ഇരിക്കും, കുറച്ച് പറയാനുണ്ട്. ശരി. എക്സാം എഴുതാൻ പോവാണോ? ഉവ്വ് മേഡം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ ആദ്യം എഴുതണം. അപ്പൊ നിനക്ക് എക്സാം എളുപ്പമാകും. അതെയോ? അതെ. ഞാനിത് പറയാൻ കാരണം എക്സാമിന് ലിമിറ്റഡ് സമയമേ ഉണ്ടാകുള്ളൂ. മാക്സിമം 3 മണിക്കൂർ. ഓ ശരി മേഡം. വെറുതെ ആലോചിച്ചിരുന്ന് സമയം കളയരുത്. ഓക്കെ മേഡം. നിനക്ക് എളുപ്പമുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം. ശരി മേഡം. എല്ലാം നീ ബുദ്ധിപൂർവ്വം ചെയ്യണം. അതിനെന്താ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. നിനക്ക് നല്ല മാർക്കോട് ജയിക്കണ്ടേ? ആ മേഡം. എന്നാ നീ എക്സാം പോയി എഴുതിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ മേഡം. ബൈ. ബൈ മേഡം. ബൈ. വരുന്നുണ്ട്. വാ. എങ്ങോട്ടാടാ? നിന്നോടാ. എന്താടാ നീ?
ചിരിക്കുന്നത്? മുമ്പൊരു തവണ കിട്ടേണ്ടത് കിട്ടി, എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ല അല്ലേ? ആ, വീണ്ടും മേടിക്കാൻ വന്നാണോ? അടി കിട്ടാൻ പോകുന്നിപ്പോ നിനക്കാ. ആ? ഏയ് പീറ ചെറുക്ക, നീ ആ മാടത്തിന്റെ അടുത്താ? നിന്നെ ഇന്ന് ഞങ്ങൾ അടിച്ചോടയ്ക്കും. പിന്നെ നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ആ മാഡത്തിന് ഉണ്ടാവില്ല. ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ രണ്ടുപേരെയും കൊന്ന് കുഴിച്ചു മുടണ്ടെങ്കിൽ പോക്കൂ. ഞങ്ങള് 2 പേരുണ്ട്, ആ, നീ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ മോഹം വെച്ചോണ്ടാണോ രണ്ടുപേരും ഇപ്പൊ എഴുന്നള്ളിയിരിക്കുന്നത്? ഡാ ചെറുക്ക, കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറഞ്ഞ് നീ വെറുതെ ചുമ്മാ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. ഇപ്രാവശ്യം നിന്നെ പൊളിച്ചടക്കാൻ പോവാ ഞങ്ങള്. ഇത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഞങ്ങൾ ആരാന്ന് ഇന്നിനി ശരിക്കും അറിയും. എങ്കിലും എന്റെ അടുത്ത് വേടാ, ഇപ്പൊ ഞാൻ കാണിച്ചുതരാം ആരാരെയാ തീർക്കാൻ പോകുന്നെന്ന്. എന്നാ വാടാ എൻ്റെ അടുത്ത്. ഇന്ന് പഠിക്കാനുള്ളതൊക്കെ നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചു തരാടാ പന്നെ. ഇനി വെറുതെ കണ്ടടാ, വാ ഓടാ വാ. മേഡം നിങ്ങളോ? അവരൊക്കെ ആരാ? അറിയില്ല മേഡം, അവർ ഈ ചേരിയിലുള്ള റൗഡികളോ. അവരൊക്കെ ആയിട്ട് നിനക്കെന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ മേഡം, അവര് തല്ലുണ്ടാക്കാൻ നടക്കുന്നവരാ. മേഡം ഞാനിപ്പോ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവായിരുന്നു. ഇങ്ങനെ റോഡിൽ കിടന്നൊന്നും അടിയുണ്ടാക്കരുത്. ശരി മേഡം. നല്ല പിള്ളേരിങ്ങനെ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കല്ല. എക്സാമിന് നല്ല മാർക്ക് മേടിച്ച് ജയിക്കണം. എനിക്ക് വീട്ടിൽ പോവാം. ശ്യാമനോട് നീ റൂമിനകത്ത് എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ചെയ്തോ ഇല്ലേന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? നിനക്കൊരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ നീ വേറെ വിവാഹം കഴിച്ചോ? പഠിത്തത്തിന്റെ പേരും പറഞ്ഞ് നീ ശ്യാമിന്റെ യൗവന ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവന്റെ കണ്ണിൽ നിന്നോടുള്ള ആസക്തിയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഇത് ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ? മാഡം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് മാഡത്തിന്റെ ഭർത്താവ് ഡാനി സാറ് പറഞ്ഞിട്ടാ. എന്നെ പരസ്യമായി മാനഭംഗപ്പെടുത്താൻ നിങ്ങൾ റൗഡികളെ ഏർപ്പെടുത്തിയില്ലേ? ഇങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിനു ലജ്ജിക്കണം? നീ ആ പയ്യനോട് ഇപ്പോഴും കൊഞ്ചിക്കൊഴഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഒരു ഭർത്താവിന് സഹിക്കുന്നതല്ലത്. നിങ്ങൾ എത്തിയോ? എന്താ നീ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന സുഖമല്ലേ? ആ, ഒരു തലവേദന. ചായ ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക്? ആ, ഇന്ന് ചായ കുടിക്കും. ആ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ നിന്റെ കൂടെ വരണോ? നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്നില്ല. നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം. അപ്പോൾ ഞാൻ കൂടെ വരേണ്ട ആവശ്യമില്ലെങ്കിൽ നീ പൊയ്ക്കോ. ചെന്നോ, ചെല്. ശരി, ശരി, ഞാൻ പോയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ. ബൈ. ശ്യാം, ശ്യാം, മേഡം നിങ്ങളോ? മേഡം നിങ്ങൾ ഈ ദരിദ്രന്റെ വീട്ടിലേക്ക്? അതിന് ഞാനിപ്പോ ഇങ്ങ് വരുന്നതിന് എന്താ കുഴപ്പം? എനിക്ക് തൊട്ട് തീണ്ടാഴുകയൊന്നുമില്ല. എനിക്ക് അതൊക്കെ എങ്ങനെയാ സാധിക്കുക? എന്ത് പറ്റി മേഡം? എന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ വരൂ. അല്ലാതെ വരാം, എന്നാലും വീട്ടിലേക്ക്. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല മേഡം, ഇന്നലെ രാത്രി വന്നപ്പോ മുതൽ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. മൂടോട്ട് എന്തിനാ? ഞാൻ നിനക്ക് അറിവ് തന്നു, മാർക്ക് കിട്ടാനുള്ള വഴിയും പറഞ്ഞു തന്നു. പിന്നെന്താ പ്രശ്നം? വഴി പറഞ്ഞു തന്നു, വഴിയിലൂടെ നടത്തിച്ചില്ലല്ലോ. ഓ, ഇനിയിപ്പോ അതൊക്കെ എങ്ങനെയാ സാധിക്കുക? നീ വിചാരിച്ച സാധിക്കാത്തതുണ്ടോ? അങ്ങനെ ഉദ്ദേശിച്ചല്ല മേഡം. പിന്നെന്താ? ഒന്നുമില്ല, എന്നാലും എന്തോ ഉണ്ട്. നീ പറ. മനസ്സിലുള്ളത് മുഴുവനും എങ്ങനെ പറയാ?
എനിക്ക് നിന്നെ കാണാൻ തോന്നി, അതുകൊണ്ടാണ് നിന്നെ തിരക്കി വന്നത്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. വാ പോവാ. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെ വരിക? ഇന്ന് എക്സാം ആയിരുന്നു. ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും എക്സാമിന് പോണ്ടേ? നാളെ എക്സാം ഉണ്ടോ? ആ, നാളെ ലാസ്റ്റ് എക്സാമാ. അതിനുശേഷം പിന്നെ ഞാൻ എന്നും മേഡത്തെ സേവിക്കാം. എന്നെ സേവിക്കും? മേഡത്തെ സേവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൊരുത്തിരിപ്പിക്കുന്ന കാര്യം. ആ ശ്യാം, വായിരിക്കേ. എന്താ സാർ, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞോ? ആ പറയൂ സാർ, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ശ്യാം, നിന്റെ പരീക്ഷയ്ക്ക് എന്തായി? സാർ, പരീക്ഷയിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. സാറിനറിയോ, ഇന്നെൻ്റെ ലാസ്റ്റ് പേപ്പറായിരുന്നു. നന്നായി എഴുതിയോ? പേപ്പർ എനിക്ക് വളരെ ഈസി ആയിരുന്നു. പിന്നെ അറിയോ, ഇതിന് ശേഷമാണ് എനിക്ക് സ്വർഗം കിട്ടാൻ പോകുന്നത്. പാസ്സാവൂലല്ലേ? വെറും പാസ്സാവുന്ന കരുതിയേ സാർ, ടോപ്പാകും ഞാൻ, ടോപ്പ്. പിന്നെ അറിയോ, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സമ്മാനം എനിക്ക് വാങ്ങിത്തരാന്ന്. അതറിയോ? ആഹാ. അപ്പോൾ നീ മേഡത്തിന്റെ അടുത്ത് നിന്ന് സമ്മാനം കിട്ടാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ച് പഠിച്ചു അല്ലേ? ആ സാർ, മേഡം എനിക്ക് സമ്മാനം തരാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉഷാറ് കൂടി. ആ, അങ്ങനെ മേഡം നിനക്ക് ഒരു സമ്മാനം തരുമ്പോ ഞാൻ നിനക്ക് 2 സമ്മാനം തരും. ഓ സാർ, അത് ഉറപ്പാണ് സാർ. ആ ശ്യാം, തീർച്ചയായും. ഓക്കെ സാർ, എന്നാൽ ഞാനിപ്പോ പോട്ടെ. ചെല്. ബൈ സാർ. ശ്യാമിനെ കാണുന്നില്ലല്ലോ. മേഡം, മേഡം, ഞാൻ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. നീ പാസ്സായി? അതെ മേഡം, പാസ്സായി. ഞാൻ വിചാരിച്ചാലും കൂടുതൽ മാർക്കോടെ പാസ്സായി. വെരി ഗുഡ്. ആ മേഡം, ഇനി സമ്മാനം. ആഹാ, നിന്റെ സമ്മാനം എന്തായാലും നിനക്ക് കിട്ടും. എന്നാ പെട്ടെന്ന് തന്നെ തരുന്നേ. നീ ഇവിടെ നിക്ക്, നിനക്കുള്ള സമ്മാനം എടുത്ത് ഞാൻ ശരി ഓടി വരാം. മേഡം. സർപ്രൈസ്. മേഡം, ഇത് സ്വർണത്തിന്റെ? ആ, ഇതിന് ഒരുപാട് വിലയുണ്ടാവില്ലേ? എന്തായാലും നിനക്ക് വേണ്ടിയല്ലേ. ശരി മേഡം, ഇതെന്റെ ആദ്യത്തെ സമ്മാനം. എന്നാൽ എന്റെ രണ്ടാമത്തെ സമ്മാനം എവിടെ? ആഹാ, എനിക്ക് മനസ്സിലായി, തരാം നിനക്ക്. എന്ത് പറ്റി? ഒന്നുമില്ല മേഡം, പക്ഷേ ഞാൻ പോവാ. ശ്യാം, ഈ സന്തോഷ വാർത്ത അമ്മയെ പോയി പെട്ടെന്ന് അറിയിക്ക്. തീർച്ചയായും മേഡം, ഞാൻ ഉറപ്പായും പറയാം. ഓക്കെ. നിന്റെ അമ്മയ്ക്ക് നീ പാസ്സായെന്നറിയുമ്പോൾ വളരെ ശരി, madam. സന്തോഷമാകും. ബൈ. ബൈ. നിങ്ങളാണോ ശ്യാം? അതെ സാർ, പക്ഷേ എന്തെന്റെ അമ്മയ്ക്ക് പറ്റിയേ? നിങ്ങളുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്താം. ഓപ്പറേഷനോ? ഓപ്പറേഷന് വേണ്ടി 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഇവിടെ അടയ്ക്കണം. എന്ത്, 1 ലക്ഷം രൂപയോ? യാ, 4 ദിവസങ്ങൾക്കുള്ളിൽ പൈസ ഇവിടെ അടയ്ക്കണം. അതിലും വൈകിയാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. ഞാൻ എന്ത് ത്യാഗം സഹിച്ചും എത്രയും പെട്ടെന്ന് പൈസ കൊണ്ടുവരാം. പെട്ടെന്ന് അതുവരെ തന്നെ എന്റെ അമ്മ നോക്കിക്കൊള്ളേ. ശരി, പോയി വരൂ. ഹലോ ഡാനി സാർ. ഡാനി സാർ, സാറിന് ഇത് എന്തു പറ്റി? നിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. മേഡം നിനക്ക് എന്ത് സമ്മാനം തന്നേ? ആ, മേഡം എന്നെ വിളിച്ച് സമ്മാനം തന്നു. സാറിന് അറിയോ, വളരെ വിലപിടിപ്പുള്ള സമ്മാനോ, സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലെറ്റ് തന്നു. സാർ എനിക്ക് എന്താ തരാൻ പോന്ന്? ഇത് റിവോൾവർ. ലോകത്തിലേത് കൊലവമ്പനെയും തീർക്കാൻ പറ്റുന്ന സാധനം. ഇതിന്റെ മുമ്പിൽ ആരുടെ അഹംഭാവവും തകർന്നു പോകും. പക്ഷെ സാർ എനിക്ക് 2 സമ്മാനം തരാനല്ലേ പറഞ്ഞ്?
രണ്ടാമത്തെ സമ്മാനം 1,00,000 രൂപ. ഇപ്പൊ നിനക്ക് അത്യാവശ്യമുള്ള സാധനം. ഇതുകൊണ്ട് നീ മേഡത്തിനെ എപ്പോ കൊല്ലുന്നുവോ അപ്പൊ രണ്ടാമത്തെ സമ്മാനം തരും. എന്ത്? മേഡത്തെ കൊല്ലേ? ആ, മേഡത്തിനെ കൊല്ലണം. നിങ്ങളുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷനോ? ഓപ്പറേഷന് വേണ്ടി 1,00,000 രൂപ എത്രയും പെട്ടെന്ന് ഇവിടെ അടയ്ക്കണം. എന്ത്? 1,00,000 രൂപയോ? യാ, 4 ദിവസങ്ങൾക്കുള്ളിൽ പൈസ ഇവിടെ അടയ്ക്കണം. അതിലും വൈകിയാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. കൂടുതൽ ആലോചിച്ചിട്ട് പ്രയോജനമില്ല. എപ്പോ നീ മേഡത്തിനെ കൊല്ലുന്നുവോ 1,00,000 രൂപ അപ്പം നിന്റെ കയ്യിൽ തരും. ആ, ഞാൻ മേഡത്തെ കൊന്നോളാം. പക്ഷെ സാർ, രൂപ എനിക്കിപ്പോ തരണം. ഇപ്പൊ നീ ബുദ്ധിയുള്ളവനായി സംസാരിക്കുന്നു. സാർ, ഇന്ന് തന്നെ എനിക്ക് പൈസ തരണം. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. വിഡ്ഢി, അടുത്തത് നീയാണ്. ഡോക്ടർ സാർ, ആ, താനെത്തിയോ? എങ്ങനെയുണ്ട് എൻ്റെ അമ്മയ്ക്ക്? അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം. ഡോക്ടർ സാർ, എൻ്റെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞാൽ രക്ഷപ്പെടൂല്ലോ അല്ലേ? 100%. പൈസ കൊണ്ടുവന്നുണ്ടോ? ആ, കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒരു കാര്യം ചെയ്യോ, പൈസ കൗണ്ടറിൽ പോയി അടച്ച് റെസിപ്റ്റ് വാങ്ങിയിട്ട് വരൂ. ശരി സാർ, ഞാൻ പൈസ അടച്ചിട്ട് വരാം. ഓക്കെ. ശ്യാം, നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷൻ സക്സസ്. താങ്ക് യു ഡോക്ടർ സാർ. നന്ദി ദൈവത്തോടാണ് പറയേണ്ടത്. നമുക്ക് പ്രവർത്തിക്കാനേ പറ്റൂ. ബലം തരേണ്ടത് ദൈവം മാത്രമാണ്. സർ,
എനിക്ക് എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തു കൊണ്ടുവരട്ടെ. എന്തുപറ്റി? നിനക്കെന്താ എത്ര വിഷമം? ഒന്നുമില്ല. ശ്യാമിന്റെ ഒരു വിവരവും ഇല്ല. 4 ദിവസമായി അവൻ അമ്മയെ കാണാൻ പോയിട്ട്. അമ്മയുടെ അടുത്ത് പോയതല്ലേ, 4-5 ദിവസം അവിടെ നിന്നിട്ട് വരട്ടെ. അതിനെന്താ കുഴപ്പം? വരുമ്പോ വരട്ടെ. നീ ഇങ്ങനെ നടന്ന് ബേജാറായിട്ട് എന്താ കാര്യം? എങ്ങനെ വിഷമിക്കാതിരിക്കും? ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ അവന്റെ ഒരു വിവരവുമില്ല. നീ കൂടുതൽ ഇമോഷണൽ ആവേണ് ശ്യാമിന്റെ കാര്യത്തിൽ. അതിനിപ്പോ എന്താ? ശരി, നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നീ പൊയ്ക്കോ. പേഴ്സണൽ കാര്യവും? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. നീ അവനെ പഠിപ്പിച്ചു, പരീക്ഷ എഴുതിപ്പിച്ചു, അവനിപ്പോ ജയിക്കുകയും ചെയ്തു. ആ, അവൻ പാസ്സായില്ലേ? നിന്റെ ലക്ഷ്യം സാധിച്ചില്ലേ? ഇനി നീ അവനെ വെറുതെ വിടൂ. അതെന്തിനാ? അവന്റെ കാര്യങ്ങൾ ഇനി അവൻ തീരുമാനിക്കട്ടെ. ഓ, ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ ആവശ്യമില്ലാത്ത വല്ല അവനോട് പറഞ്ഞു കാണും. ഞാൻ എന്തെങ്കിലും പറഞ്ഞോന്നോ? നീ എന്നെ വെറുതെ സംശയിക്കാണ്. കോപ്പ്. അമ്മേ, 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 അമ്മയ്ക്ക് സുഖമായോ? നീ എവിടെയായിരുന്നു മോനെ? അമ്മ, എനിക്കൊരു മേഡമുണ്ട്. അവരെന്നെ എഴുത്തും വായനയും പഠിപ്പിച്ചു. പിന്നെ 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 ഞാൻ പരീക്ഷയിൽ പാസ്സായമ്മേ. നീ പാസ്സായമോ? അതേമ്മേ, അവര് ടീച്ചർ മാത്രമല്ല, ഒരുപാട് വലിയ ബിസിനസ്മാന്റെ ഭാര്യയും കൂടിയാണ്. വലിയ ബിസിനസ്മാന്റെയോ? അതേമ്മേ, അവരെനിക്ക് തന്ന പൈസ കൊണ്ടാണ് ഞാൻ അമ്മയുടെ ഓപ്പറേഷൻ നടത്തിയത്. അമ്മ, എനിക്ക് 1 ലക്ഷം രൂപയുടെ ചെലവ് വന്നു ഓപ്പറേഷന്. പക്ഷേ 1 ലക്ഷം രൂപയോ? നിനക്ക് എവിടുന്ന് കിട്ടി മോനെ? അമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. തൽക്കാലം വിശ്രമിക്കൂ. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമാവും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അതെ മോനെ, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഈ സമയത്ത് ആരാ ഇത്? നീയോ? ആ മേഡം. വാ. അമ്മയുടെ അടുത്ത് പോയിട്ട് കുറെ ദിവസം ആയല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ പഴയ പോലെ ആകാൻ സമയമെടുത്തു. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ഇപ്പൊ വളരെ സുഖമാണ്. മേഡം, എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളോ? ആ, മേഡത്തിനോട്. എന്താ എന്നോട് പറയാനുള്ളത്? നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാലോ. സമ്മാനത്തിന്റെ കാര്യമല്ലാതെ മറ്റൊരു കാര്യമാണ്. വേറെന്ത് കാര്യവാ? മേഡത്തിന്റെ ജീവൻ. നീ എന്നെ കൊല്ലാൻ പോവാണെന്നോ? എന്നെയോ? ജീവൻ വേണം എനിക്ക്. നിങ്ങളുടെ ജീവൻ തന്നെ. നീ എന്തായി പറയുന്നേ?
നീ തമാശ പറയാണെന്ന് എനിക്കറിയാം. കളി തമാശയല്ല മാഡം, ഞാൻ പറഞ്ഞ വാസ്തവം. സർ, ഞാൻ മേഡത്തെ കൊന്നു. തട്ടിക്കഴിഞ്ഞോ നീ നിന്റെ മേഡത്തിനെ? സർ. മരിച്ചു എന്ന് ഉറപ്പാക്കിയോ? സർ, മരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ സാർ ആ മുറിയിൽ പോയി നോക്ക്, ചോരെ കുളിച്ച് കിടക്കുന്ന കാണാം. സബാഷ്. താങ്ക് യു സർ. ഇനി നിനക്ക് ഞാനൊരു പുതിയ സമ്മാനം തരാൻ പോവുക. എന്താ സർ? കൈവിലങ്ങ്. കൈവിലങ്ങോ? ഇൻസ്പെക്ടർ, ആ പറ, എന്താ കാര്യം? ഇവൻ എന്റെ ഭാര്യയെ കൊന്നു. ഇങ്ങോട്ട് താടാ. കാണാൻ നല്ല ചുള്ളനാണല്ലോടാ നീ. എന്നിട്ട് പിസ്റ്റലും കൊണ്ട് കൊല്ലാൻ നടക്കാണ് അല്ലടാ. നടക്ക്. ഇനി നിനക്ക് പഠിക്കാനുള്ളതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പഠിപ്പിച്ചു തരാം. നടക്കടാ. മാഡം, എനിക്ക് അത്യാവശ്യം കുറച്ച് സംസാരിക്കാനുണ്ട്. ആ പറയൂ. എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ആവശ്യമുള്ള 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെന്താ? പിന്നെ ഞാൻ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി പൈസ വാങ്ങി. കൊല്ലാനോ? ആരെ കൊല്ലാൻ? മാഡത്തെ. എന്താ? എന്നെയോ? എന്നെ കൊല്ലാൻ ആരാ നിനക്ക് ക്യാഷ് തന്നത്? ഡാനി സർ. ഡാനി? പിന്നെ മാഡം, എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയില്ല. പിന്നെ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തതായിരുന്നു. ഓക്കെ, എൻ്റെ അടുത്തൊരു പ്ലാനുണ്ട്, അത് ഞാൻ പറയാം.